നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സത്യത്തിൽ അസം മുനീർ ഭയക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഇന്ത്യയുടെ സൈനിക ശക്തിയെ തന്നെയാണ് അസം മുനീർ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദൈവം തന്ന നിധിയാണെന്നും ദൈവം തന്ന വരദാനമാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി കൂടിയായ ജനറൽ അസീം മുനീർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ആസിഫ് അലി സർദാരിക്ക് പകരം അസീം മുനീർ പാകിസ്ഥാന്റെ പ്രസിഡന്റാകുമെന്ന തരത്തിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇയാൾ. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അസീം മുനീർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. US സന്ദർശനം കഴിഞ്ഞ ഈ ബെൽജിയത്തിൽ എത്തിയ ശേഷം ഡെയിലി ജാഗ് പത്രത്തിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാകിസ്ഥാന്റെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തീർത്തും തെറ്റാണ് എന്ന് ഈ അസീം മുനീർ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ രാജ്യത്തിന്റെ സേവകൻ മാത്രമാണെന്നായിരുന്നു അസീം മുനീറിന്റെ മറുപടി എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദൈവം എന്നെ രാജ്യത്തിന്റെ, അതായത് പാകിസ്ഥാന്റെ സംരക്ഷനാക്കി, അതല്ലാതെ മറ്റൊരു സ്ഥാനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സൈനികനാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രക്തസാക്ഷിത്വമാണ്. അതായത് അസീം മുനീർ ഇപ്പോഴും ഉറപ്പിച്ചിരിക്കുകയാണ് തന്റെ മരണം ഏതെങ്കിലും രാജ്യത്തിന്റെ പടത്തലവന്മാരുടെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ സൈനിക ശക്തിയിലായിരിക്കും തന്റെ മരണമെന്ന് അസീം മുനീർ തന്നെ പ്രവചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വേണ്ടി താൻ മരിക്കാൻ പോലും തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഭയക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. കാരണം രാഷ്ട്രീയ തലവനായി ഇരിക്കുകയാണെങ്കിൽ ചില മണ്ടൻ തീരുമാനം, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യണം പോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും നല്ല പോലെ കൊട്ടുകിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെയാണ് അസം മുനീർ ഇക്കാര്യം പറയുന്നത്. പക്ഷെ അസം മുനീറിനെ സംബന്ധിച്ചിടത്തോളം സൈനിക തലവനായി നിൽക്കാനുള്ള കരുത്തുണ്ടെന്നും ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു. ഒരു സൈനികനെ വിളിച്ചു നിർത്തി ഒരു മെഡൽ നെഞ്ചിൽ കുത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇദ്ദേഹം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളെ തകർത്തത് എന്ന് പറയുന്നു. അത്തരമൊരു കള്ളം 100 തവണ കള്ളം പറഞ്ഞാലും അത് സത്യമാകും എന്ന് ഉറപ്പിക്കുന്ന പാകിസ്ഥാൻ അത്തരം 100 തവണയല്ല, 1000 തവണയില്ല, 10000 തവണ പറഞ്ഞാലും ആ കള്ളം സത്യമാകാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ മുന്നിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാവുന്നത്. എന്തായാലും അസം മുനീറിന്റെ ഈ പറയുന്ന പോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉടൻ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും പകരം സൈനിക മേധാവി രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നുമുള്ള അഭ്യൂഹമാണ് അടുത്തിടെ ശക്തമായിരുന്നത്. സമീപകാലത്ത് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കിട്ടിയ അസീം മുനീർ ഒരു മാസത്തിനുള്ളിൽ 2 തവണ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തതോടുകൂടിയായിരുന്നു ഈ ചർച്ചകൾ കൂടുതൽ ശക്തമായത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ മറികടന്ന് അദ്ദേഹം US ഉന്നത നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. നിലവിലുള്ള പാർലമെന്ററി സംവിധാനത്തെ മാറ്റി പ്രസിഡൻഷ്യൽ രൂപത്തിലുള്ള സർക്കാർ സ്ഥാപിക്കാനുള്ള ശ്രമം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സൈനിക അട്ടിമറികൾ അസാധാരണമല്ലാത്ത പാകിസ്ഥാനിൽ അസീം മുനീർ ഒരു ശക്തനായ വ്യക്തിയാണ്. DG ISI, DG മിലിറ്ററി ഇന്റലിജൻസ് കോർപ്സ് കമാൻഡർ, ഇപ്പോൾ ആർമി ചീഫ് എന്നിങ്ങനെ എല്ലാ പ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അടുത്തിടെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റവും ലഭിച്ചിരുന്നു. ഇന്ത്യ പാക് സംഘർഷം പുകയുന്നതിനിടയിൽ പാകിസ്ഥാന് വീണ്ടും ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും നൽകി ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. 8 പുതിയ അത്യാധുനിക ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികളിൽ 3ാമത്തേത് ചൈന പാകിസ്ഥാന് കൈമാറിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമമായ ഗ്ലോബൽ ടൈംസിലെ റിപ്പോർട്ട് അനുസരിച്ച് 3ാമത്തെ ഹാങ്കർ ക്ലാസ് അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ ചടങ്ങ് വ്യാഴാഴ്ച മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലെ വുഹാനിൽ നടന്നു. പാകിസ്ഥാന് വേണ്ടി ചൈന നിർമ്മിക്കുന്ന 8 അന്തർവാഹിനികളിൽ 2ാമത്തേത് ഈ വർഷം മാർച്ചിലാണ് കൈമാറിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തിൽ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നാവികശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ കൈമാറ്റത്തിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനു പുറമെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടെ 4 ആധുനിക നാവിക ഫ്രിഗേറ്റുകളും ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന സ്ഥിരമായ വിപുലീകരണം ലക്ഷ്യമിടുന്ന സമയത്താണ് ഈ പുതിയ കൈമാറ്റങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വികസിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതേ സമുദ്രമേഖലയിൽ തന്നെയാണ് നീക്കം.
ഹാങ്കർ ക്ലാസ് അന്തർവാഹിനിയുടെ അത്യാധുനിക ആയുധങ്ങളും നൂതന സെൻസറുകളും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമാകുമെന്ന് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സേവിയർ നേവൽ സ്റ്റാഫ് പ്രൊജക്ട് 2 വൈസ് അഡ്മിറൽ അബ്ദുൾ സമദ് പറഞ്ഞു. മൂന്നാമത്തെ അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ 81% സൈനിക ഉപകരണങ്ങളും വിതരണം ചെയ്തത് ചൈനയാണ്. ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്ന IF-17 യുദ്ധ വിമാനങ്ങൾക്ക് പുറമെ വിവിധോദ്ദേശ J-10CE യുദ്ധവിമാനങ്ങളിലെ ആദ്യത്തേത് 2022 ചൈന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ കൂടുതൽ ശക്തമാകുന്നു. ചൈനയുടെ 6 മാസം പോലും ശേഷിക്കാത്ത തരത്തിൽ, അതായത് നമുക്ക് ഇങ്ങനെ ശക്തമായി കൊടുത്ത പല സംഭവ വികാസങ്ങളുമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ താളം തെറ്റിയത് എന്ന്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനായി പാകിസ്ഥാൻ ഉപയോഗിക്കുകയും ഇന്ത്യ നിഷ്പ്രയാസം അവയെല്ലാം തന്നെ തച്ചുടയ്ക്കുകയും ചെയ്തത് നമ്മുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാരിക്കൂട്ടുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എന്തായാലും അസം മുനീറിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിലും ഏകദേശം തീരുമാനമായിരിക്കുന്നു.